ഇന്ന് റേറ്റ് ഓഫ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും കൂടി ഇന്നത്തെ വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം, എ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്പിറിക്കൽ ഓൺ ഇൻഫ്ലേഷൻ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിംഗ് ഇൻ 900 cubic centimeters of gas per second. Find the rate at which the radius of the balloon increases when the radius is 15 centimeter. ചോദ്യം, നമ്മൾ ഒരു ബലൂണിലേക്ക് എയർ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബലൂണിന്റെ ഷേപ്പ് എപ്പോഴും ഒരു സ്പിയർ ആയിരിക്കും. ഒരു സ്പിയറിന്റെ രൂപത്തിലാണ് ആ ബലൂൺ എപ്പോഴും വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോബ്ലത്തിൽ നമുക്ക് ഒരു റേറ്റ് ഓഫ് ചേഞ്ച് തന്നിട്ടുണ്ട്. 900 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് പെർ സെക്കൻഡ്. നമ്മൾ 900 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഒരു സെക്കൻഡില് 900 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഓഫ് ഗ്യാസ് ആ ബലൂണിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പെർ സെക്കൻഡ് മീൻസ് ഹിയർ കംസ് എ റേറ്റ് ഓഫ് ചേഞ്ച്. എന്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് തന്നിരിക്കുന്നതെന്ന് യൂണിറ്റ് നോക്കി തീരുമാനിക്കുക. എന്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് തന്നിരിക്കുന്നതെന്ന് നോക്കി, ക്യൂബിക് സെന്റിമീറ്റേഴ്സ് പെർ സെക്കൻഡ്. ക്യൂബിക് സെന്റിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വോളിയം, per second എന്ന് പറയുമ്പോൾ time. That means the given rate of change 900 cubic centimeters per second is nothing but dV by dt if V is the volume of the balloon. ബലൂണിന്റെ വോളിയം V ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് dV by dt ആണ്. അത് 900 cubic centimeters per second എന്ന് തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? Find the rate at which the radius of the balloon increases when the radius is 15 centimeter. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. dr by dt കണ്ടുപിടിക്കണം. എപ്പോ? when r is equal to 15 centimeters. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ എടുത്ത് എഴുതി. ഇനി ബലൂൺ സ്പിയറിന്റെ രൂപത്തിലായതുകൊണ്ട് വാട്ട് ഇസ് ദ ഫോർമുല ഫോർ വോളിയം ഓഫ് ദാറ്റ് ബലൂൺ? ബലൂൺ ഇസ് ഇൻ ദ ഫോം ഓഫ് എ സ്പിയർ. സോ വോളിയം ഇസ് ഈക്വൽ ടു സ്പിയറിന്റെ വോളിയം. സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 6 റേഡിയസ് ആണെങ്കിൽ വോളിയം ഓഫ് ദ സ്പിയർ ഇസ് 4/3 pi r ക്യൂബ്. ഇനി dv by dt തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് dv by dt കണ്ടുപിടിക്കാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t. Left hand side v will become dv by dt equal to 4/3 pi constant ആണ്. എന്തിന്റെ പേരിൽ വിത്ത് റെസ്പെക്ട് ടു എന്ത് വേരിയബിൾ ഡിഫറൻഷിയേറ്റ് ചെയ്താലും 4/3 pi എന്നുള്ള കോൺസ്റ്റന്റ് പുറത്തേക്ക് വെക്കുക. ഇൻറ്റു ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആണ് വരുന്നത്. അത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് വേണ്ടത്. അപ്പൊ ആർ ക്യൂബിനെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ എന്ന് പറയുമ്പോൾ 3r² ഇൻറ്റു then r ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഇസ് dr by dt. സി, ആദ്യം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോഴാണ് 3r² എന്ന് വന്നത്. ഇൻറ്റു ആർ ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഇസ് dr by dt. ഇനി ഈ dv by dt തന്നിട്ടുണ്ട്. നമുക്ക് ആ dv by dt അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ dv by dt ക്ക് പകരം തന്നിരിക്കുന്നത് 900 ആണ്. സോ ഹിയർ dv by dt യുടെ സ്ഥാനത്ത് 900 കൊടുക്കുക. ഈക്വൽ ടു 4/3 pi ഇൻറ്റു 3r² ഇൻറ്റു dr by dt. നമുക്ക് ചോദ്യത്തിൽ കണ്ടുപിടിക്കാനുള്ളത് dr by dt ആണ്. dr by dt when r is equal to 15 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ dr by dt മാത്രം ഇവിടെ നിർത്തി ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഈ 3യും ക്യാൻസൽ ആയി പോയി. Therefore, dr by dt equal to ഇതിവിടെ നിർത്തിയിട്ട് ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 900 by 4 pi into r². ഇനി r എത്രയാവുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. when r is equal to 15 centimeter. സോ ഇവിടെ r ന്റെ സ്ഥാനത്ത് 15 കൊടുക്കുക. when r is equal to 15 centimeter, dr by dt is equal to 900 by 4 pi into 15². നമുക്കതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഏത് മാർഗം വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ 15² 50 into 15 കിട്ടും. ദെൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കളയാം. 15 900 60 ടൈംസ് പോകും. 15 60 4 ടൈംസ്. ആ 4ഉം ഈ 4ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1/pi മാത്രം. സോ dr by dt is 1/pi. ഇനി അതിന്റെ യൂണിറ്റും കൂടി എഴുതണം. റേഡിയസിന്റെ യൂണിറ്റ് സെന്റിമീറ്ററും ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡും ആയതുകൊണ്ട് 1/pi സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഇസ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് ചേഞ്ച്. ഓക്കെ, അടുത്ത ചോദ്യം പഴയ ചോദ്യം പോലെ ബലൂണുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്.
A balloon which always remains spherical has a variable radius. ബലൂണിന്റെ സ്പിയറിന്റെ രൂപത്തിലുള്ള ബലൂണിന്റെ റേഡിയസ് മാറിക്കൊണ്ടിരിക്കുന്നു. Find the rate at which its volume is increasing with radius when the later is 10 centimeter. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് find the rate at which its volume is increasing with radius. Volume is increasing with radius. That means you are asked to find dv by dr. അപ്പോൾ dv by dr കാണേണ്ടതുകൊണ്ട് കഴിഞ്ഞ പ്രോബ്ലത്തേക്കാൾ ഇത്രയും കൂടി എളുപ്പമാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ അത് സോൾവ് ചെയ്യാനായിട്ട് balloon is in the form of a sphere. So volume B is given by the formula 4 by 3 pi r cube. And you have to find dv by dr when the later is 10 centimeter. Later is 10 centimeter means അവിടെ വോളിയത്തിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്, റേഡിയസിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ആദ്യം പറഞ്ഞിരിക്കുന്നത് വോളിയവും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റേഡിയസുമാണ്. അപ്പൊ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതിനെയാണ് ലേറ്റർ എന്ന് പറയുന്നത്. സോ when later is 10 centimeter means when radius is 10 centimeter. Okay, so very simple problem. V is equal to 4 by 3 pi r cube ആയതുകൊണ്ട് dv by dr equal to d by dr of v. V ക്ക് പകരം 4 by 3 pi r cube. 4 by 3 pi കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കുക. ഇൻറ്റു ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ. സിമ്പിൾ ഡിഫറൻസിയേഷൻ. ദെൻ ഇതും വെട്ടിപ്പോയി. ദെൻ വെൻ ആർ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ dv by dr is equal to 4 pi into r square. r ന്റെ സ്ഥാനത്ത് 10 കൊടുക്കുമ്പോൾ 100 into 4 that is 400 pi. Remember to put the unit. Volume എന്ന് പറയുമ്പോഴത്തേക്കും it is cubic centimeter. Radius എന്ന് പറയുമ്പോൾ it is centimeter. So 400 pi cubic centimeter per centimeter. Okay. The next question is also related with the balloon. A balloon which always remains spherical has a variable diameter and the diameter is given as 3 by 2 into 2x plus 1. Find the rate of change of its volume with respect to x. That is the change. Volume with respect to x ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വോളിയം let v be the volume of the balloon. Let v be the volume of the balloon and r be its radius. ഓക്കെ, ഇവിടെ എക്സ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ആദ്യമേ പറഞ്ഞത്. ആർ ബി ഇറ്റ്സ് റേഡിയസ്. ഓക്കെ, സോ യു ഹാവ് ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഡി വി ബൈ ഡി എക്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വരുന്നത് നമ്മുടെ ഡയമീറ്ററിന് തന്നിരിക്കുന്ന എക്സ്പ്രഷനിലാണ് ആ എക്സ് വന്നിരിക്കുന്നത്. എനിവേ, വോളിയം ഓഫ് ദ സ്പിയർ ഇറ്റ് ഇസ് ഗിവൺ ബൈ ദ ഫോർമുല 4 by 3 pi r cube. അപ്പോൾ the function is in terms of r, but you have to differentiate it with respect to x. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്തിട്ട് ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് എന്നൊക്കെ എഴുതണം. ബട്ട് ഡി ആർ ബൈ ഡി എക്സ് എന്ന് പറയുന്ന റേറ്റ് ഒന്നും നമുക്ക് തന്നിട്ടില്ല ചോദ്യത്തിൽ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഡയാമീറ്ററിനെ കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഡയമീറ്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് 2 times റേഡിയസ്. അപ്പൊ ആ ഡയമീറ്ററിനെ കാണിക്കുന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് ആറിനെ എക്സിന്റെ ടേംസിലേക്ക് മാറ്റിയെടുക്കാം. നോക്കുക, യുവർ ഗിവൺ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 3 by 2 into 2x plus 1. Given diameter is equal to, what is diameter? How will you denote diameter? We have taken r as the radius, so diameter can be written as 2r. Diameter is given as 3 by 2 into 2x plus 1. 3 by 2 into 2x plus 1. നമുക്ക് ഇതിൽ നിന്ന് r ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് x കണ്ടുപിടിക്കാം. Therefore r is equal to, ഈ 2 ഇപ്പുറത്തേക്ക് എടുത്താൽ മതിയല്ലോ. അപ്പൊ 3 by 4 into 2x plus 1. So that ആറ് എക്സിന്റെ ടേംസിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് നമുക്ക് വിനെയും എക്സിന്റെ ടേംസിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. Therefore v is equal to 4 by 3 pi into r cube. r cube എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യൂബ്. അപ്പോൾ 3 by 4 ക്യൂബ് ചെയ്യുമ്പോൾ 3 cube by 4 cube into 2x plus 1 the whole cube. ആറിന്റെ സ്ഥാനത്ത് ഈ എക്സ്പ്രഷൻ ഇടുക, അതിന്റെ ക്യൂബ്. ഇനി ഇതിന്റെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഡി വി ബൈ ഡി എക്സ് കാണാം. സോ ഇവിടുത്തെ ഒരു 4ഉം 4 ക്യൂബിൽ ഒരു 4ഉം കൂടി വെട്ടിപ്പോയിട്ട് അവിടെ 4 സ്ക്വയർ വരും. ഇവിടുത്തെ ഒരു 3യും 3 ക്യൂബിൽ ഒരു 3യും കൂടി വെട്ടിപ്പോയിട്ട് 3 സ്ക്വയർ വരും. സോ ദിസ് ബിക്കംസ് ഇവിടുത്തെ ഒരു 4 വെട്ടിപ്പോയിട്ടോ. സോ ദിസ് ബിക്കംസ് 9 pi
താഴെയുള്ളത് 4 സ്ക്വയർ ആണ്. 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. പിന്നെ ഈ എക്സ്പ്രഷൻ ദാറ്റ് ഇസ് 2x plus 1 the whole cube. Now your volume of the balloon is in terms of x. So you can easily differentiate it with respect to x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dv by dx ആയിരുന്നു. അപ്പൊ എക്സിന്റെ ടേംസിലാണ് വോളിയം കിട്ടിയിരിക്കുന്നത്. അപ്പൊ dv by dx ഈക്വൽ ടു d by dx of vക്ക് പകരം 9 pi by 16 into 2x plus 1 the whole cube. 9 pi by 16 കോൺസ്റ്റന്റ് ഇത് പുറത്തേക്ക് എടുക്കുക. Then 2x plus 1 the whole cube. 2x plus 1 the whole cube നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ക്യൂബ് എന്നുള്ള രൂപത്തിലെടുത്താൽ 3 into 2x plus 1 the whole square into xന്റെ സ്ഥാനത്ത് x ക്യൂബ് എന്നുള്ള സങ്കല്പത്തിലാണ് 3 into x square എന്നുള്ള രൂപത്തിൽ ഡെറിവേറ്റീവ് എഴുതി into xന്റെ സ്ഥാനത്തുള്ള ഈ 2x plus 1ന്റെ ഡെറിവേറ്റീവ്. 2x plus 1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 into xന്റെ ഡെറിവേറ്റീവ് 1 plus 1ന്റെ ഡെറിവേറ്റീവ് 0. So 2x plus 1ന്റെ ഡെറിവേറ്റീവ് ആണ് 2. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ സിംപ്ലിഫിക്കേഷനേ ഉള്ളൂ. ഈ 2ഉം 16ഉം വെട്ടി പോകുമ്പോൾ 8. സോ ഇറ്റ് ഇസ് 27 pi by 8 into 2x plus 1 the whole square. This is the required rate of change. Okay. അടുത്ത ചോദ്യം. A ladder 5 meter long is leaning against a wall. ഒരു ഏണി ഒരു മതിലിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 cm per second. ആ ലാഡറിന്റെ അടിവശം പിടിച്ച് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് വന്നിട്ടുണ്ട് 2 cm per second. How fast is its height on the wall decreasing when the foot of the ladder is 4 meter away from the wall? അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ആ മതിലയിൽ ചാരി വെക്കുമ്പോൾ ആ വലിച്ചുകൊണ്ട് ഫുട്ട് ഓഫ് ദ ലാഡർ വലിക്കുന്നതനുസരിച്ച് ഹൈറ്റിൽ കുറവ് വരും. ആ ഹൈറ്റിന്റെ ഡിക്രീസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്. ഞാനൊരു ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചാൽ അത് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് നമ്മുടെ വാൾ എന്ന് വെക്കുക. ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണ്. ഇത് നമ്മുടെ വാൾ, ഇത് നമ്മുടെ ഗ്രൗണ്ട്. ഇവിടെ നമ്മൾ ഒരു ഏണി ഒരു ലാഡർ ചാരി വെച്ചിരിക്കുന്നു. ലെറ്റ് ദ പൊസിഷൻ ഓഫ് ദ ലാഡർ ബി ഡിനോട്ടഡ് ആസ് AB. Let AB represent the position of the ladder. Okay. ഇനി ഇത് ലാഡർ ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഈ പ്രോബ്ലത്തിൽ വേറൊരു പ്രശ്നവും കൂടി ഉണ്ട്. നോക്കുക, ഇവിടുത്തെ യൂണിറ്റ്സ് നിങ്ങളൊന്ന് നോക്കുക. ആദ്യം തന്നിരിക്കുന്നത് 5 മീറ്റർ എന്നും പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലും പിന്നെ താഴെ തന്നിരിക്കുന്ന ലെങ്ത് മീറ്ററിലുമാണ്. അപ്പൊ മീറ്ററും സെന്റിമീറ്ററും മാറി മാറി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഒരു യൂണിറ്റിലേക്ക് മാറ്റണം. സോ ഇറ്റ് ഇസ് ബെറ്റർ മീറ്ററിലുള്ളതിനെയൊക്കെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് മാറ്റാം. ഓക്കെ, സോ AB ആണ് നമ്മുടെ ലെങ്ത് ലാഡർ ആയിട്ട് തന്നിരിക്കുന്നത്. സോ വോട്ട് വിൽ ബി ദ ലെങ്ത് AB. AB ആണ് നമ്മൾ ലാഡറിന്റെ പൊസിഷൻ ആയിട്ട് എടുത്തത്. അപ്പൊ അത് പ്രത്യേകം എഴുതണം. ലെറ്റ് AB represent the position of the ladder. Let AB represent the position of the ladder. Okay. അപ്പോൾ ലാഡറിന്റെ ലെങ്ത് അവർ തന്നിട്ടുണ്ട്. ലാഡർ 5 മീറ്റർ ലോങ് എന്നാണ്. അപ്പൊ ABയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 500 സെന്റിമീറ്റർ. ഓക്കെ, 5 മീറ്റർ എന്ന് വെച്ചാൽ 500 സെന്റിമീറ്റർ നമ്മൾ എഴുതി. ഇനി നമുക്ക് പിന്നെ തന്നിരിക്കുന്നത് ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്. അപ്പോ ഇവിടെ ഈ മതിലിലുള്ള ഈ ഹൈറ്റ് ഓഫ് ദ ലാഡർ ഓൺ ദ വാൾ, ലെറ്റ് us ടേക്ക് ദിസ് ലെങ്ത് ആസ് x. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു O എന്ന് വിളിക്കാം. ദെൻ ഗ്രൗണ്ടിലുള്ള ഈ ലെങ്ത് അത് നമുക്ക് y എന്ന് എടുക്കാം. ഓക്കെ, സോ x എന്തിനെ കാണിക്കുന്നു? x റെപ്രസെന്റ്സ് ദ ഹൈറ്റ് ഓൺ ദ വാൾ ആൻഡ് y എന്ന് പറയുന്നത് OA എന്ന് പറയുന്നതാണ് നമ്മുടെ y ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ അത് എഴുതി വെക്കണം. ലെറ്റ് x represent the height on the wall and y represent the length on the ground. Let x represents the height on the wall and let y represent the distance on the ground. Y represents the distance on the ground. Distance എന്ന് പറഞ്ഞാൽ ഫുട്ട് ഓഫ് ദ ലാഡറും ആ വാളും തമ്മിലുള്ള അകലമാണ് കേട്ടോ. ഫുട്ട് ഓഫ് ദ ലാഡറും ഈ വാളും തമ്മിലുള്ള അകലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത് ബിറ്റ്വീൻ ദ വാൾ ആൻഡ് ദ ഫുട്ട് ഓഫ് ദ ലാഡർ, അതാണ് നമ്മൾ y എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് കണ്ടുപിടിക്കണം തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 cm per second. Bottom of the ladder, ഇതാണ് നമ്മൾ ലാഡറിന്റെ ബോട്ടം എന്ന് പറയുന്നത്.
ഇത് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു. പുൾഡ് അവേ ഫ്രം ദ ഗ്രൗണ്ട്, പുൾഡ് അവേ ഫ്രം ദ വാൾ. ഈ മതിലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു, മതിലിൽ നിന്ന് മാറി വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഇങ്ങോട്ട് വലിക്കുന്നു. ഇങ്ങോട്ട് വലിക്കുന്തോറും എന്ത് സംഭവിക്കും? വൈയുടെ വാല്യൂ കൂടിക്കൂടി വരും. ദാറ്റ് ഇസ് വൈ ഇസ് ഇൻക്രീസിങ്. അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ വൈയുടെ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ആ വൈയിലുള്ള ചേഞ്ച് അതാണ് ഈ തന്നിരിക്കുന്നത്. ദ ബോട്ടം ഓഫ് ദ ലാഡർ ഇസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് അവേ ഫ്രം ദ വാൾ അറ്റ് ദ റേറ്റ് ഓഫ് 2 centimeter per second. ഈ ഏണിയുടെ അറ്റം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ വൈ കൂടുന്നു. ആ വൈയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് 2 centimeter എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. സോ ഗിവൺ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 2 centimeter per second. കണ്ടുപിടിക്കേണ്ടതോ ഈ ലാഡറിന്റെ അറ്റം താഴത്തെ അറ്റം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ വൈ കൂടും. എക്സിന് എന്ത് സംഭവിക്കും? ലാഡർ ഇങ്ങോട്ട് വലിക്കും തോറും ഈ മുകളിലത്തെ ഹൈറ്റ് കുറഞ്ഞു 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 വരില്ലേ? അപ്പൊ മുകളിലത്തെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു മീൻസ് എക്സിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹൗ ഫാസ്റ്റ് ഇസ് ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസിംഗ് വെൻ ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഇസ് 4 meter away from the wall. അങ്ങനെ ഈ ലാഡറിന്റെ അറ്റം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി ഈ വാളിൽ നിന്ന് 4 meter അകലത്തിൽ ലാഡറിന്റെ ഫുട്ട് വരുമ്പോൾ, ലാഡറിന്റെ അറ്റം വരുമ്പോൾ ഈ എക്സിൽ വരുന്ന ഡിക്രീസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ദാറ്റ് ഇസ് യു ഹാവ് ടു കാൽക്കുലേറ്റ് എക്സിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ദാറ്റ് ഇസ് ഡി എക്സ് ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ വൈ കൂടുന്നു. വൈ അങ്ങനെ കൂടി 4 meter വരെ എത്തുമ്പോൾ എക്സിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച്, എക്സിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂസ് കുറഞ്ഞു വരികയാണ്. സോ വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് എന്നാണ് ചോദ്യം. When x is equal, not x, when this distance is 4 meter. So when y is equal to 4 meter, ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം സെന്റിമീറ്ററിലേക്ക് ആക്കാന്ന് പറഞ്ഞു. 4 meter എന്ന് വെച്ചാൽ that is equal to 400 centimeters. Okay. ഇതാണ് ചോദ്യം. അപ്പോ കഴിഞ്ഞ പ്രോബ്ലം ഒക്കെ നമുക്ക് ഏരിയ അല്ലെങ്കിൽ വോളിയം എന്നൊക്കെ പറയുമ്പോൾ റെഡിമെയ്ഡ് ഫോമുല നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ കിട്ടുന്ന ഫോമുല അല്ലെങ്കിൽ ആ കിട്ടുന്ന എക്സ്പ്രഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ആകപ്പാടെ ഇതിങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ വൈ കൂടുന്നു. അങ്ങനെ വൈ കൂടി 4 meter ആകുമ്പോൾ എക്സിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്? അത് കുറയുന്നു. എക്സിന്റെ വാല്യൂ കുറയുന്നു. ആ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്നാണ് ചോദ്യം. അപ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, മീറ്ററിലും സെന്റിമീറ്ററിലും ആയതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും സെന്റിമീറ്ററിലേക്ക് മാറ്റുന്നു. ലാഡറിന്റെ നീളം ആദ്യം 5 meter എന്ന് പറഞ്ഞത് 500 centimeter എന്നിട്ടു. പിന്നെ ഈ നീളം അതായത് ഗ്രൗണ്ട് വാളിൽ നിന്ന് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ദൂരം 4 meter എന്ന് തന്നു. അതിന് നമ്മൾ 400 centimeter എന്ന് ഇട്ടു. ഇനി we should get an expression connecting x and y because you are asked to calculate dx by dt and we are given dy by dt. അപ്പൊ ഇത് രണ്ടും ഉപയോഗിക്കണമെങ്കിൽ എക്സും വൈയും വരുന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടണം. അതിന് എ ബി 500 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മതിൽ എന്ന് പറയുമ്പോൾ അത് വെർട്ടിക്കലാണ്, റൈറ്റ് ആംഗിളിലായിരിക്കും നിൽക്കുന്നത്. സോ ഹിയർ യു ആർ ഹാവിംഗ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ എ ബി, ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ എ ബി നമുക്ക് എന്ത് എഴുതാം? ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ എ ബി സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 500 square. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 500 square. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എക്സ് ബൈ ഡി ടി ആയതുകൊണ്ട് എക്സ് വരുന്ന ഇവിടെ നിർത്ത്, ബാക്കിയുള്ളതിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 500 square. 500 square എന്ന് പറയുമ്പോൾ നമുക്കറിയാം 500 square, അത് വാല്യൂ എഴുതി മൈനസ് വൈ സ്ക്വയർ. ഓർ ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു, ശരിക്കും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഇടും. ബട്ട് ഹിയർ എക്സ് റെപ്രസെന്റ്സ് ദിസ് ഹൈറ്റ് ഒരിക്കലും നെഗറ്റീവ് വരില്ല. അപ്പൊ എക്സ് ഈക്വൽ ടു പോസിറ്റീവ് വാല്യൂ മാത്രം എഴുതിയാൽ മതി. 25 into 10 raised to 4 minus y square and x കിട്ടി. ഇനി dx by dt ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ differentiating with respect to t. dx by dt വേണ്ടതുകൊണ്ട് differentiate with respect to t. Okay, dx by dt is equal to d by dt of this expression minus y square. ഇനി ഇവിടെയുള്ളത് വൈയുടെ ടേംസിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പൊ ആദ്യം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അപ്പൊ ആദ്യം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് റൂട്ട് എക്സ് എന്നുള്ള രൂപം അല്ലെങ്കിൽ റൂട്ട് വൈ എന്നുള്ള രൂപം, റൂട്ട് വൈ എന്നുള്ള രൂപമാണെങ്കിൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് 1/2 റൂട്ട് വൈ. ഇറ്റ് ഇസ് 1/2 റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ 2,50,000 മൈനസ്
y square into ഇത് റൂട്ട് വൈ എന്നുള്ള രൂപത്തിൽ സങ്കല്പിച്ചപ്പോഴാണ് 1/2 റൂട്ട് വൈ ഇൻറ്റു വൈയുടെ സ്ഥാനത്തുള്ള ഇതിന്റെ ഡെറിവേറ്റീവ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് വിൽ ബി 0 മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2y. ഓക്കെ, റൂട്ട് വൈ എന്ന് സങ്കല്പിച്ച് 1/2 റൂട്ട് വൈ എന്നുള്ള രൂപത്തിൽ ഡെറിവേറ്റീവ് എഴുതി, 1/2 റൂട്ട് വൈ എന്നുള്ള രൂപത്തിൽ ഡെറിവേറ്റീവ് എഴുതി ഇൻറ്റു വൈയുടെ സ്ഥാനത്തുള്ള ഇതിന്റെ ഡെറിവേറ്റീവ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ആദ്യം കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. ഇത്രയും നമ്മൾ എഴുതിയത് ഡെറിവേറ്റീവ് ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഇൻറ്റു ഇനി വിത്ത് റെസ്പെക്ട് ടു ടി വേണ്ടത് ഇൻറ്റു dy/dt. സോ dx by dt നമുക്ക് കിട്ടി. ഇനി അതിന്റെ ഫൈനൽ ആൻസർ കിട്ടണമെങ്കിൽ ഈ 2ഉം ഈ 2ഉം വെട്ടിക്കളഞ്ഞിട്ട് dy/dt ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. dy/dt is given as 2 cm/s and you have to find dx/dt when y is equal to 400 cm എന്നും തന്നിട്ടുണ്ട്. Therefore dx/dt is equal to മൈനസ് ഈ വൈയുടെ സ്ഥാനത്ത് നമുക്ക് വൈക്ക് തന്നിരിക്കുന്ന 400 cm എന്നുള്ളത് എഴുതാം. 400 cm by root of 2,50,000 മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y 400 ആയതുകൊണ്ട് 400ന്റെ സ്ക്വയർ ഇൻറ്റു dy/dt ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2 എന്നാണ്. 2. Now ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഇസ് മൈനസ് 400 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 800 ആയി. 800 സെന്റിമീറ്റർ എന്നൊന്നും എഴുതണ്ട. 800 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 400 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2,50,000 minus 1,60,000. Sorry, 1,60,000, and that is equal to minus 800 divided by root of 0,000. 25 minus 16 is 9. And that is minus 800 by 900 root എടുത്ത് വരുമ്പോഴത്തേക്കും that is 300. Okay, ഇതും വെട്ടിപ്പോയാൽ it is minus 8/3. So your answer is minus 8/3. X എന്ന് പറയുമ്പോൾ x is given as centimeter, so centimeter per second. So your answer is minus 8/3 centimeter per second, or you can say the height on the wall is decreasing at a rate of minus 8/3. Okay. The height on the wall is decreasing at the rate of minus 8/3 എന്ന് പറയരുത്, because decreasing എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മൈനസ് എന്ന് പറയാൻ നിൽക്കണ്ട. Height on the wall is decreasing at the rate of 8/3 centimeter per second. Decreasing എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൈനസ് സൈൻ കാണിക്കേണ്ട കാര്യമില്ല. Okay, so your answer is minus 8/3. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. സാൻഡ് is pouring from a pipe at the rate of 12 cubic centimeter per second. ഒരു പൈപ്പിൽ നിന്ന് മണ്ണിങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീഴുന്ന സാൻഡ് ഗ്രൗണ്ടിൽ വരുമ്പോൾ ഒരു കോണിന്റെ ഷേപ്പിൽ, ദ ഫോളിംഗ് സാൻഡ് ഫോംസ് എ കോൺ ഓൺ ദ ഗ്രൗണ്ട്. ഒരു കോണിന്റെ ഷേപ്പിലാണ് വരുന്നത്. ആ കോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോണിന്റെ ഹൈറ്റ് എപ്പോഴും കോണിന്റെ റേഡിയസിന്റെ 1/6 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഹൗ ഫാസ്റ്റ് is the height of the sand cone increasing when its height is 4 centimeter? You are asked to find the rate of change of the height of the cone when the height is 4 centimeter. Okay, അപ്പോൾ ഇവിടെ നമുക്കൊരു റേറ്റ് ഓഫ് ചേഞ്ച് തന്നിട്ടുണ്ട്, മറ്റൊരു റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഫിഗറിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു പൈപ്പ്, ആ പൈപ്പിൽ നിന്ന് ഇങ്ങനെ മണ്ണിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. വീഴുന്ന മണ്ണ് ഇറ്റ് ഫോംസ് the sand falling is in the shape of a cone. നോക്കുക, ഈ മണ്ണ് വീഴുന്നത് ഒരു കോണിന്റെ ഷേപ്പിലാണ്. കോൺ എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈറ്റും ഉണ്ട്, അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്. നമ്മൾ സ്ലാൻഡ് ഹൈറ്റിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. തൽക്കാലം നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് റേഡിയസ് ഓഫ് ദ കോൺ, യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് r. ഹൈറ്റ് ഓഫ് ദ കോൺ, ലെറ്റ് മീ ടേക്ക് ഇറ്റ് ആസ് h. ആ വീഴുന്ന മണ്ണ് വീണ ഒരു കോണിന്റെ രൂപത്തിലായി. ആ കോണിന്റെ റേഡിയസ് r ആണെന്നും ആ കോണിന്റെ ഹൈറ്റ് h ആണെന്നും നമ്മൾ എടുത്തു. ആൻഡ് ലെറ്റ് v ബി ദ വോളിയം ഓഫ് ദ കോൺ. ഓക്കെ, സോ ലെറ്റ് v ബി ദ വോളിയം ഓഫ് ദ കോൺ ആൻഡ് ലെറ്റ് എല്ലായിടത്തും എഴുതാം. ലെറ്റ് v ബി ദ വോളിയം ഓഫ് ദ കോൺ ആൻഡ് r ആൻഡ് h its radius and height respectively.
ഓക്കെ, ഇതിന്റെ റേഡിയസും ഹൈറ്റുമാണ് ആറും എച്ചും. ഇനി ഈ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്തിന്റെയാണെന്നൊന്ന് നോക്കിയേ. സാൻഡ് ഇസ് pouring from a pipe at the rate of 12 cubic centimeter per second. Cubic centimeter means volume, per second means time. So ഈ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് dv by dt ആണ്. Given dv by dt equal to 12 cubic centimeter per second. ഇനി കണ്ടുപിടിക്കേണ്ടത് ഹൗ ഫാസ്റ്റ് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ സാൻഡ് കോൺ ഇൻക്രീസിംഗ്. ഹൈറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്, ഹൈറ്റിന്റെ ചേഞ്ചിന്റെ റേറ്റ്. സോ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് dh by dt എപ്പോ when the height of the sand cone is 4 centimeter. ഹൈറ്റ് 4 centimeter ആകുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് ഇതാണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിരുന്നു. എന്താണ്? ഹൈറ്റ് ഇസ് ഓൾവേസ് 1/6 ഓഫ് ദ റേഡിയസ് ഓഫ് ദ ബേസ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് h is equal to given h is equal to 1/6 ഓഫ് ദ റേഡിയസ്. h is equal to 1/6 into r എന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ നമുക്ക് ആവശ്യം വരും. ഇനി വോളിയം ഓഫ് ദ കോൺ ആണ്. വോളിയം ഓഫ് ദ കോൺ v is given by the formula. കോണിന്റെ വോളിയം നമുക്ക് അറിയാവുന്നതാണ് 1/3 pi r square h. വോളിയം ഓഫ് ദ കോൺ 1/3 pi r square h. ഇനി dv by dt തന്നിട്ടുള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യണം. അപ്പൊ യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു t. ബട്ട് സി, ഇവിടെ നമുക്ക് രണ്ട് വേരിയിങ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. റേഡിയസ് മാറുന്നുണ്ട്, ഹൈറ്റ് മാറുന്നുണ്ട്. അപ്പൊ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ ടേംസിലേക്ക് മാറ്റണം. ഐദർ കംപ്ലീറ്റ് ആറിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ മുഴുവൻ എച്ചിലേക്ക് മാറ്റണം. ബട്ട് സി, നമുക്ക് ചോദ്യത്തിൽ വേണ്ടത് dh by dt ആണ്. ഹൈറ്റ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്. അപ്പൊ ഈ എക്സ്പ്രഷനിൽ എന്തായാലും എച്ച് വേണം. എച്ച് ഉണ്ടെങ്കിലേ dh by dt കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എച്ച് നിലനിർത്തിക്കൊണ്ട് ആറിനെ യു ക്യാൻ ചേഞ്ച് ഇറ്റ് ഇൻ ടേംസ് ഓഫ് എച്ച്. ഓക്കെ, അതിനത് ഈ കണ്ടീഷൻ എടുക്കുക. h is equal to 1/6 into r എന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ നിന്ന് r is equal to 6 അങ്ങ് പോയാൽ r is equal to 6h. അപ്പൊ ആറിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ആറിന്റെ വാല്യൂ ഇവിടെ കൊണ്ടേ കൊടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ വോളിയം വിൽ ബി കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് എച്ച്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dh by dt കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം, 1/3 pi into ആറിന് പകരം ഇതുകൊണ്ടേ കൊടുക്കുമ്പോൾ 6h the whole square into h. ആൻഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 36h cube. 36ഉം ഈ 3യും കൂടി വരുമ്പോൾ ദാറ്റ് വിൽ ബിക്കം 12 pi h cube. ഓക്കെ, ഇതാണ് വോളിയത്തിനുള്ള എക്സ്പ്രഷൻ. So v is equal to 12 pi h cube എന്ന് വന്നു. ഇനി dv by dt യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു t. So v will become dv by dt equal to, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 12 pi കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക. h ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t വേണമെങ്കിൽ hലുള്ള സാധനം ആയതുകൊണ്ട് ഫസ്റ്റ് യു ഡിഫറൻഷിയേറ്റ് ദിസ് വിത്ത് റെസ്പെക്ട് ടു h. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 3h square into പിന്നെ ഡെറിവേറ്റീവ് ഓഫ് h വിത്ത് റെസ്പെക്ട് ടു t. അപ്പൊ dh by dt. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കണ്ടുപിടിക്കേണ്ടത് dh by dt ആണ് കേട്ടോ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി dv by dt നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. dv by dt is given as 12 cubic centimeter per second. ആ dv by dt യുടെ വാല്യൂ ഇവിടെ കൊണ്ട് കൊടുത്തോളൂ. അപ്പോ 12 is equal to ഇപ്പുറത്ത് 12 pi into 3h square into dh by dt. So ഈ 12ഉം ഈ 12ഉം ക്യാൻസൽ ആയി പോയി. ദെൻ ഇവിടെ 1 ഉണ്ട്. സോ dh by dt അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. dh by dt മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 1/3 pi h square is equal to dh by dt. നമുക്ക് വേണ്ടത് dh by dt when h is equal to 4 centimeter എന്നാണ് ചോദ്യം. അപ്പൊ അതും കൂടി ഇവിടെ കാണിക്കുക. when h is equal to 4 centimeter, dh by dt is equal to 1/3 pi into 4 square. That is 1/16 into 3, 48 pi. Then dh by dt എന്ന് പറയുമ്പോൾ centimeter per second. So the required rate is, അല്ലെങ്കിൽ the height is increasing at the rate of 1/48 pi. Okay. Okay. അടുത്ത ചോദ്യം, a particle moves along the curve 6y equal to x cube plus t2. Find the points on the curve at which y coordinate is changing
8 times as fast as the x coordinate. നോക്കാം, ഇതുവരെയുള്ള ഒത്തിരി പ്രോബ്ലംസ് ഇപ്പൊ നമ്മൾ ചെയ്തു. അതിലൊക്കെ ഏതെങ്കിലും റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനായിരുന്നു, ഏതെങ്കിലും ഒരു റേറ്റ് ഓഫ് ചേഞ്ച് തന്നിട്ട് മറ്റൊരു റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ഒരു കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് ആ കർവിലുള്ള ചില പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കർവിന്റെ ഇക്വേഷൻ തന്നിട്ട് ആ കർവിൽ വരുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കണം. ആ പോയിന്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വൈയിലുള്ള ചേഞ്ച് എക്സിലുള്ള ചേഞ്ചിന്റെ 8 ടൈംസ്. The change in y is 8 times as fast as the change in x. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് അല്ല, ഇവിടെ we have to find some points satisfying this condition. ഏത് കണ്ടീഷൻ? The rate of change of y is 8 times the rate of change of x. Okay. അപ്പൊ തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് ആദ്യം എഴുതാം. You are given rate of change of y, that is dy by dt. That is 8 times as fast as rate of change of x. So 8 into dx by dt. Y coordinate ഉള്ള ചേഞ്ച് x coordinate ഉള്ള ചേഞ്ചിന്റെ 8 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So dy by dt is equal to 8 into dx by dt. ഓക്കെ, ഇനി തന്നിരിക്കുന്ന കർവ് എടുക്കുക. കർവ് തന്നിരിക്കുന്നത് 6y is equal to x cube plus 2 എന്നാണ്. രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി വി ഗെറ്റ് 6 into വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. സോ 3x square into dx by dt. എക്സ് ക്യൂബിന് ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തു, അപ്പോഴാണ് 3x square വന്നത്, ഇൻറ്റു dx by dt പ്ലസ് 2 ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ഈ 3യും ഇതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഗെറ്റിംഗ് ഇറ്റ് ആസ് 2. ഇനി നമുക്ക് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ആകെയുള്ളൊരു കണ്ടീഷൻ dy by dt is 8 into dx by dt. അപ്പൊ ഇവിടത്തെ ഈ dy by dt ക്ക് പകരം ഈ വാല്യൂ കൊണ്ട് കൊടുക്കുക. സോ ഒരു 2 ഇവിടെ കിടക്കണ്ട. 2 into instead of this dy by dt you can put it as 8 into dx by dt. 8 into dx by dt equal to x square into dx by dt. So dx by dt cancels off. ബാക്കി വരുന്നത് x square is equal to, ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ x square is equal to 16, which implies x is equal to plus or minus 4. നമുക്ക് എക്സിന്റെ വാല്യൂ അല്ല, പോയിന്റ് ആണ് വേണ്ടത്. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കർവിന്റെ ഇക്വേഷനിൽ കൊടുത്താൽ y കണ്ടുപിടിക്കാം. ഇതാണ് കർവിന്റെ ഇക്വേഷൻ, അതിൽ കൊണ്ട് കൊടുക്കുക. when x is equal to 4, 6y equal to x cube plus 2 becomes 6y equal to 4 cube plus 2. 4 cube is 64. 64 plus 2 is 66. Therefore, y is equal to 11. So, x 4 ആകുമ്പോൾ y 11. So, 411 is a point. 411 is a point. ഇനി അടുത്ത x equal to minus 4 എടുക്കുക. When x is equal to minus 4, ഈ കർവിൽ കൊണ്ടേ കൊടുക്കുമ്പോൾ 6y equal to x ക്യൂബിന് പകരം minus 4 the whole cube plus 2, that is 6y equal to minus 4 the whole cube എന്ന് പറയുമ്പോൾ that is minus 64. minus 64 plus 2. minus 64 plus 2 will become minus 62. and അതിൽ നിന്ന് y കിട്ടുന്നത് y is equal to minus 62 by 6. 2 കോമൺ വെട്ടിപ്പോയാൽ it is minus 31 by 3. അപ്പോൾ y കിട്ടി, x കിട്ടി. So the next point is minus 4 minus 31 by 3. Therefore, the points are, നമുക്ക് points ആണ് വേണ്ടത്. The points are 411 ഒരു പോയിന്റ് ആൻഡ് അടുത്ത പോയിന്റ് minus 4 minus 31 by 3. Okay. അടുത്ത ചോദ്യം, നമ്മൾ ഇതുവരെ ചെയ്ത ഏരിയയും വോളിയം അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് എക്കണോമിക്സിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ടോട്ടൽ കോസ്റ്റിന്റെയും ടോട്ടൽ റവന്യൂവിന്റെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സോ ഹിയർ ടോട്ടൽ കോസ്റ്റ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് C of x in rupees associated with the production of x units of an item is given by എക്സ് യൂണിറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എക്സ് യൂണിറ്റ്സ് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കോസ്റ്റിനെ കാണിക്കുന്ന എക്സ്പ്രഷൻ ആണ് C of x. അത് 0.005 into x cube minus 0.02 into x square plus 30x plus 5000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മാർജിനൽ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. when 3 units are produced, എക്സ് യൂണിറ്റ്സിന് പകരം 3 യൂണിറ്റ്സ് ഉണ്ടാക്കുമ്പോഴുള്ള മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ മാർജിനൽ കോസ്റ്റ് എന്താണെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്.
whereby marginal cost we mean the instantaneous rate of change of total cost at any level of output. See, so marginal cost means it is a rate of change. എന്തിന്റെ rate of change? Total cost at any level of output. നോക്കുക, ടോട്ടൽ കോസ്റ്റിനെ കാണിക്കുന്നത് സി ആണ്. ഇതാണ് ടോട്ടൽ കോസ്റ്റിനെ കാണിക്കുന്നത്. അറ്റ് എനി ലെവൽ ഓഫ് ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട് എന്നാണ് ഇവിടെ ചോദ്യം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എക്സ് യൂണിറ്റ്സ് ആണ്. സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോസ്റ്റ് with respect to output. Output is denoted as x here. X units ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So marginal cost means it is dc by dx. Rate of change of cost with respect to output. കോസ്റ്റിനെ കാണിക്കുന്നത് സിയും ഔട്ട്പുട്ടിനെ കാണിക്കുന്നത് എക്സും ആയതുകൊണ്ട് മാർജിനൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് dc by dx ആണ്. So marginal cost you can write it as MC. MC is nothing but rate of change of cost function, that is C, with respect to output. Output is denoted as X. So marginal cost എന്ന് പറഞ്ഞാൽ dc by dx ആണ്. We have marginal cost is equal to dc by dx. C തന്നിട്ടുണ്ട്. C is already in terms of X. So you just differentiate it with respect to X. So dc by dx കാണാം. dc by dx കാണുന്നതിന് മുമ്പ് c ഒന്ന് എടുത്ത് എഴുതുക. 0.005 into x cube minus 0.02 into x square plus 30x plus 5000. ഇനി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dc by dx is equal to 0.005 into x cube ന്റെ ഡെറിവേറ്റീവ് with respect to x, that is 3x square, minus 0.02 into x square ന്റെ ഡെറിവേറ്റീവ് 2x plus 30 into x ന്റെ ഡെറിവേറ്റീവ് 1. ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0. ഇനി and that is 0.005 into 3 എന്ന് പറയുമ്പോൾ that will become 0.015 into x square. ഇത് 0.04 into x plus 30. ഇനി ഇത് മാർജിനൽ കോസ്റ്റിനെ കാണിക്കുന്നതാണ്. മാർജിനൽ കോസ്റ്റ് when how many units are produced? When 3 units are produced. Output 3 ആവുമ്പോഴാണ് മാർജിനൽ കോസ്റ്റ് നമുക്ക് വേണ്ടത്. So when x is equal to 3 units, dc by dx, marginal cost dc by dx equal to 0.015 into x ന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, minus 0.04 into x ന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, plus 30. And that is 9 into 0.015 എന്ന് പറയുമ്പോൾ 9 5 45 4, so 0.135. Then minus 0.12 plus 30. And so your answer will be 0.135 minus 0.12 എന്ന് പറയുമ്പോൾ 30.015. So this is your marginal cost. dc by dx is equal to 30.015. You may approximate it as 30.015 എന്നതിന് പകരം 30.02 എന്ന് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഇനി ഇവിടെ മാർജിനൽ കോസ്റ്റ് എഴുതുമ്പോൾ സാധാരണ നമ്മൾ യൂണിറ്റ് സ്പെസിഫൈ ചെയ്യാറില്ല കേട്ടോ. സോ മാർജിനൽ കോസ്റ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട് എക്സ്. ഇനി ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഇതിൽ ബാക്കിയുണ്ട്. അടുത്ത ചോദ്യം പഴയതുപോലെ തന്നെയാണ്. അവിടെ ടോട്ടൽ കോസ്റ്റും മാർജിനൽ കോസ്റ്റും ആയിരുന്നു. ഇവിടെ അതിന് പകരം ടോട്ടൽ റവന്യൂ തന്നിട്ട് മാർജിനൽ റവന്യൂ കാണാനാണ്. അപ്പൊ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞത് ടോട്ടൽ റവന്യൂ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് യൂണിറ്റ് സാധനങ്ങൾ വിൽക്കുമ്പോൾ ഉള്ള റവന്യൂ, വരുമാനം, ടോട്ടൽ റവന്യൂ. ഇറ്റ് ഇസ് ഗിവൺ ആസ് ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. റവന്യൂവിനെ കാണിക്കുന്ന എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. അത് എപ്പോഴാണ് എക്സ് യൂണിറ്റ് സാധനങ്ങൾ വിൽക്കുമ്പോഴുള്ള റവന്യൂ ആണ് തന്നിരിക്കുന്നത്. ഇനി when x is equal to 5 യൂണിറ്റ് വിൽക്കുമ്പോൾ വാട്ട് ഇസ് ദ മാർജിനൽ റവന്യൂ എന്നാണ് ചോദ്യം. 5 യൂണിറ്റ് സാധനങ്ങൾ വിൽക്കുമ്പോഴുള്ള റവന്യൂ, മാർജിനൽ റവന്യൂ എന്താണ്? ഇനി മാർജിനൽ റവന്യൂവിനാണ് ഞാനിവിടെ MR എന്നിട്ടത്. മാർജിനൽ റവന്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാർജിനൽ റവന്യൂ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ്. സോ ടോട്ടൽ റവന്യൂവിനെ കാണിക്കുന്നത് R ആണ്. നമ്പർ ഓഫ് ഐറ്റംസ് സോൾഡ് തന്നിരിക്കുന്നത് X ആണ്. So marginal revenue means rate of change of R with respect to number of items നെ കാണിക്കുന്നത് X ആണ്. So marginal revenue that is equal to rate of change of revenue, that is R, with respect to number of items sold. Number of items നെ കാണിക്കുന്നത് X.
So marginal revenue is dr by dx. MR is a short form for marginal revenue. Marginal revenue is the rate of change of R, total revenue, with respect to X. Okay, simple ആണ്. നമുക്ക് അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. R ആയിട്ട് തന്നിരിക്കുന്നത് R is equal to 3x square plus 36x plus 5. So MR is equal to dr by dx equal to 3 into x square and derivative 2x plus 36 into x in derivative 1 plus 5 constant ayadonde derivative will be 0. Ini you are asked to find the marginal revenue when how many units are sold? When 5 units are sold. So when x is equal to 5, when x is equal to 5, marginal revenue is equal to 3 into 2, 6 into 5 plus 36. So 30 plus 36, that is 66. So your marginal revenue is 66. Okay. ഈ പ്രോബ്ലത്തോടുകൂടി നിങ്ങളുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.